ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇച്ചുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ രാത്രി അവൻ റിഹേഴ്സൽ ചെയ്യുകയാണ്. കാണിച്ചു തരുത്താന്ന് പാട്ടൊക്കെ വെച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. 2 ഡാൻസിനാണ് ഉള്ളത്. അപ്പോൾ ഇത് അവൻ നന്നായി പഠിച്ചിട്ടുണ്ട്. പിന്നെ പൂതപ്പാട്ടിൻ്റെ ദൃശ്യാവിഷ്കാരവും കൂടിയാണ്. അപ്പോൾ എല്ലാം പഠിച്ച് കാണിച്ചു തരികയാണ്. അപ്പോൾ ബാക്കി നാളെ സ്കൂളിലത്തെ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ചേർക്കാവുന്നതാണ്. യാതു ഇവിടെ നിന്ന് ഫോണിലെ പാട്ടൊക്കെ വെച്ച് സെറ്റാക്കുകയാണ്. ഇച്ച് എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. അവന് ഇഷ്ടമാണ് എല്ലാത്തിലും പങ്കെടുക്കാൻ. ഇന്നത്തെ വിശേഷങ്ങൾ കാണാൻ. ഇന്ന് രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഉഴുന്നും പച്ചരിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. പുളിദോശയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പുളിദോശ. ഇങ്ങനെ ക്രിസ്പി ദോശ, ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്പിയായുള്ള ദോശ ഉണ്ടാക്കിയാൽ എല്ലാവരും നന്നായി കഴിക്കും. അത് ചൂടോടെ കിട്ടുകയും വേണം. അപ്പോൾ ദോശ ഓരോന്നോരോന്നായി ചൂടോടെ ഉണ്ടാക്കുകയാണ്. ഞാൻ അങ്ങനെ ദോശ അധികം ചുട്ട് വയ്ക്കാറില്ല. അവർ ഇരിക്കുമ്പോൾ മാത്രമാണ് ഓരോന്നോരോന്നായി ചുട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർക്കും ഇഷ്ടം. അപ്പോൾ ചൂടോടെ ഓരോന്നോരോന്നായി കൊടുക്കുകയാണ്. ഏട്ടനും ഇച്ചുവും കൂടി അത് ഇരുന്ന് കഴിക്കുകയാണ്. യാതു പല്ല് തേക്കുകയാണ്. അങ്ങനെ അവർ കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് നോക്കാൻ. അപ്പോൾ ഇന്ന് സ്കൂളുണ്ട്. സ്കൂളിൽ ഇന്ന് പരിപാടിയാണ്. അപ്പോൾ നേരത്തെ സ്കൂളിലേക്ക് പോകണം. ഇനി അതും കൂടി കഴിക്കണം. അവനും കൂടി ചൂടോടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഞാനും കൂടി കഴിച്ചാൽ രാവിലത്തെ ചായ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി സ്കൂളിലേക്ക് പോകുന്നുള്ള തിരക്കാണ്. അപ്പോൾ ഇച്ചു മതി എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ കഴിക്കാനിരിക്കുമ്പോൾ എപ്പോഴും മടിയാണ്. അതേ വേണ്ടു, ഒന്നേ വേണ്ടു എന്നൊക്കെ പറയും. അപ്പോൾ സ്കൂളിൽ റിഹേഴ്സൽ നടത്തുകയാണ്. ഇനി അടുത്തത് അവരുടെ പരിപാടിയാണ്. അതിനു മുന്നേ ഉള്ള റിഹേഴ്സലാണ്. ഇതാണ് അവരുടെ ഡാൻസ്. അപ്പോൾ കുഞ്ഞു മക്കളുടെ ഡാൻസാണ്. 1, 2, 3 ക്ലാസ്സുകളിലെ മാത്രം കുട്ടികളുള്ള ഡാൻസാണ്. ചെറിയ സമയത്തിനുള്ളിൽ അവർ ഇത്രയും നന്നായി പഠിച്ചത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഒരു ആഴ്ച ആയിട്ടേ ഉള്ളൂ അവർ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ നന്നായി കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർക്കും വലിയ സന്തോഷമായി. അപ്പോൾ ഈ കുഞ്ഞു മക്കളുടെ ഈ ഒരു ഡാൻസ് നന്നായി ഇഷ്ടപ്പെട്ടു. ചുരുങ്ങിയ ടൈമിനുള്ളിൽ അവർ പഠിച്ചെടുക്കുകയും ചെയ്തു. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് പൂതപ്പാട്ട് ദൃശ്യാവിഷ്കാരമാണ്. ഇച്ചുവിന് എല്ലാ ഡാൻസിലും അവൻ നന്നായി കളിക്കാറുണ്ട്. വലിയ കുട്ടികളെ ഒരുപാട് പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു മക്കളുടെ ഇങ്ങനെയുള്ള പരിപാടി കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. LP ക്ലാസ്സിലെ ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുത്തതാണ്. അവർക്ക് ഇതിനായി അവർ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാത്തിലും എല്ലാ മത്സരങ്ങളിലും ടീച്ചർമാരുടെ ഒരു പങ്കുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത്ര നന്നായി ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ എല്ലാ പേരൻസും മക്കളെ ഉൾപ്പെടുത്താൻ നോക്കുക. കാരണം ഇവരുടെ കുഞ്ഞു കുഞ്ഞു കഴിവുകളൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളിൽ കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ മക്കളിലും ഓരോ കഴിവുണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ പരിപാടികളിലൂടെ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അവൻ പങ്കെടുത്തത് പൂതപ്പാട്ടിലാണ്. അപ്പോൾ അതിൽ തെയ്യമായിട്ടാണ് അവൻ അഭിനയിച്ചത്. അതും നന്നായി ചെയ്തു. ശരിക്കും ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എല്ലാവരും ചെറിയ ചെറിയ മക്കളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പൂതപ്പാട്ട് ദൃശ്യാവിഷ്കാരമൊക്കെ ഇന്ന് എവിടെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പോയ മത്സരങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ കഴിഞ്ഞു. അതും ചെറിയ മക്കളെ വെച്ച് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ അവർക്കും നന്നായി ആ ഒരു കഥ മനസ്സിലാക്കാനും പറ്റി.
സിനിമാറ്റിക് ഡാൻസ് പോലെ നമ്മൾ ഇന്നും കാണാറുള്ള ഡാൻസുകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂതപ്പാട്ട് പോലെയുള്ള ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് തന്നെ അത് വലിയൊരു പ്രയോജനമായി തീരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പാട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടാൽ കോപ്പി റൈറ്റിംഗ് ആവും, അതുകൊണ്ടാണ് ഞാൻ പാട്ട് ചേർക്കാത്തത്. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പരമാവധി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. അങ്ങനെ ആ ഡാൻസ് കഴിഞ്ഞു. ഇനി ഭൂതപ്പാട്ടിൻ്റെയാണ്. അപ്പോൾ അതിലുള്ള എല്ലാ ക്യാരക്ടറും കുട്ടികൾ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു.